അതിലിപ്പോൾ അവിടെ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്യൂ കോംപ്ലക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഭക്ഷണശാലകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റിൽ ശബരിമലയിൽ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവരുടെ താമസ സൗകര്യം, എല്ലാ കാര്യത്തിലും ഒരു പിൽഗ്രിം സെൻറ്റേർഡ് ആയിട്ടുള്ള, പിൽഗ്രിം സെൻസിറ്റീവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ വിഭാവന ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ശബരിമലയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ, റോഡ് മാർഗം വരുന്നവർക്ക് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങൾ ഈയിടയ്ക്കൊന്നും അവിടെ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പദ്ധതിക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് നമ്മളൊരു ബജറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്, വിച്ച് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 150 crores. ശബരിമലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന 550-600 കോടി രൂപയാണ് ഒരു വർഷം. കവിയും ഗാനരചയിതാവും എഴുത്തുകാരനും ആയ കെ ജയകുമാർ IAS ആണ് നമ്മളോടൊപ്പം ഉള്ളത്. മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീ കെ ജയകുമാറിനെ റൈറ്റ് ആംഗിളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്കൾ ചാർജ് എടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഒട്ടേറെ പ്രതിസന്ധികളിലായിരുന്നു. അതെല്ലാം മാറി വരികയാണോ? നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു വശത്തൂടെ നടക്കും. ദേവസ്വം ബോർഡിന് വേറെ പ്രതിസന്ധി എന്നുള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അങ്ങനത്തെ കേസുണ്ട്, അത് ഹൈക്കോടതിയിലുണ്ട്, പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ പിന്നാലെ ഉണ്ട്. അത് നടക്കട്ടെ. അത് ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ചൊരു പ്രതിസന്ധി ഉള്ളതായിട്ട് ഇതിനകത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാനുള്ള ചാലഞ്ചാണ് നമ്മുടെ പ്രതിസന്ധി. അത് എല്ലാ സ്ഥാപനത്തിലുള്ളത് പോലെയുള്ളൂ. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടോ ദേവസ്വം ബോർഡ്? ഇല്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പൈസയ്ക്ക് പഞ്ഞമില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ വരുമാനമെടുത്ത് മറ്റ് ക്ഷേത്രങ്ങളിൽ ചിലവാക്കുന്നതിനെ പറ്റിയുള്ള അതിനെന്താ കുഴപ്പം? ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 1252 ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ശബരിമലയെ പോലെ വരുമാനം വരില്ല. വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ, വരുമാനമുള്ള ക്ഷേത്രം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഒരു ബോർഡിൻ്റെ കീഴിൽ ഇതെല്ലാം ഉള്ളത്. അത് നമ്മൾ കോർപ്പസിലേക്ക് വരുന്നു, ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം അവിടെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നു. ബാക്കിയെടുത്ത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയോ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയോ ശമ്പളം കൊടുക്കുകയോ പെൻഷൻ ചെയ്യുകയും മറ്റ് ദേവസ്വങ്ങളിലെ ക്ഷേത്രങ്ങളിലെ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നു. അതിനകത്ത് തെറ്റുള്ളതായിട്ട് തോന്നണില്ല. ശബരിമലയുടെ നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അത് എവിടം വരെ എത്തി? നവീകരണമല്ല, മാസ്റ്റർ പ്ലാൻ. മാസ്റ്റർ പ്ലാൻ എന്നുള്ളതൊരു നവീകരണമല്ല. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അത് പാരിസ്ഥിതികമായ ഒരു സവിശേഷതകളുള്ള സ്ഥലത്താണ് ഈ ശബരിമല നിലനിൽക്കുന്നത്. അത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അങ്ങനെ പെരിയാർ ടൈഗർ റിസർവിലുള്ള ഒരു ഷ്രൈൻ ഒരു ദിവസം 1 ലക്ഷം ആളുകളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ മരം മുറിച്ച് അവിടെ നഗരം നിർമ്മിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള സെൻസിറ്റിവിറ്റീസും വരുന്ന പിൽഗ്രിംസിൻ്റെ സൗകര്യങ്ങളും കൂടി സന്തുലിതപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കവിടെ വികസനം നടത്താൻ സാധിക്കൂ. അതിനാണ് മാസ്റ്റർ പ്ലാൻ വെച്ചിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി കേരള ഹൈക്കോടതി ആദ്യമായൊരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കിയത് 2011 മറ്റുമാണ്. ഞാനാണതിൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഞാൻ 7 വർഷം അതിൻ്റെ ചെയർമാനായിരുന്നു. അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ മാസ്റ്റർ പ്ലാൻ്റെ ഒരു അതിർത്തിയുണ്ട്, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ പറയുന്ന ചില നിബന്ധനകളുണ്ട്. അതിനകത്ത് നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരല്ല, ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുമ്പോഴും മറ്റേത് വകുപ്പ് അവിടെ എന്ത് ചെയ്യുമ്പോഴും ആ മാസ്റ്റർ പ്ലാൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ശബരിമലയുടെ ഇക്കോളജിക്കൽ ബാലൻസ് മുഴുവൻ തെറ്റുകയും ഈ കാനന ക്ഷേത്രം എന്നുള്ളതൊക്കെ മറന്നിട്ട് അവിടെ ഒരു നഗരക്ഷേത്രമായി മാറുകയും അത് അനുവദിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഈ മാസ്റ്റർ പ്ലാനിൻ്റെ അച്ചടക്കം ബാധകമാണ്. ഒരു നഗരത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പോലും സന്ദർശകർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമല്ലേ? അതിനുവേണ്ടി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ഈ ശബരിമലയെപ്പറ്റി കൂടുതൽ സൽപ്പേരും കൂടുതൽ ദുഷ്പേരും കുറച്ച് സൽപ്പേരുമാണ് എന്ന് പറഞ്ഞാൽ, ഈ 1 ലക്ഷം ആളുകളെ ഒരു ദിവസം നമ്മളവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. 80,000, 90,000, 1 ലക്ഷം, 1,25,000 ആളുകൾ വരും. എല്ലാവരും 18-ാം പടി കയറി അയ്യപ്പനെ കാണണം. 18-ാം പടിയിൽ കൂടി ഒരു മണിക്കൂറിൽ 4,000 പേരെ കയറും. കാരണം അത്രയ്ക്കേ വീതിയുള്ളൂ. അങ്ങനെ 4,000 പേര്
20 മണിക്കൂർ അമ്പലം തുറന്നിരുന്നാൽ 80,000 പേരെ കയറും. 20 മണിക്കൂർ അമ്പലം തുറന്ന് വയ്ക്കാൻ പറ്റില്ല, ഇടയ്ക്ക് അടയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യൂ നിൽക്കേണ്ടി വരും, ഇല്ലേ? ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ എല്ലാവർക്കും എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് ക്യൂ വരും. തിരുപ്പതിയിലും ക്യൂ ഉണ്ട്, ഗുരുവായൂരും ക്യൂ ഉണ്ട്. അപ്പോൾ ശബരിമലയിലെ സൗകര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഈ ക്യൂ നിൽക്കുന്ന സമയം എന്തുമാത്രം കഷ്ടതയില്ലാതെ നിൽക്കാൻ പറ്റും, എന്തുമാത്രം സ്വാഭാവികമായി നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം എന്തുമാത്രം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത്. അതിലിപ്പോൾ അവിടെ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്യൂ കോംപ്ലക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഭക്ഷണശാലകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റിൽ ശബരിമലയിൽ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശബരിമലയായിട്ട് ബന്ധപ്പെടുന്ന ആദ്യമായിട്ടല്ല. ഹൈപ്പവർ കമ്മിറ്റി ചെയർമാനായിട്ടും അതിന് മുൻപ് ഈ ദേവസ്വം ബോർഡിൽ ചീഫ് കമ്മീഷണറായിട്ട് ഫുൾ ബോർഡിൻ്റെ അധികാരത്തോടുകൂടി ഞാൻ ഒരു വർഷം ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്തിരിയൊക്കെ അറിയാം. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രൊഫഷണലൈസേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ, പക്ഷേ പ്രൊഫഷണലായിരിക്കണം. ഇപ്പോൾ ഏതാണ്ട് 1000-ഓളം ടോയ്ലറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ശുചീകരണം അത് ശാസ്ത്രീയമാവണം. എവറി ഹാഫ് ആൻ അവർ ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ്, അല്ലേ? അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെയല്ല, ഇത്തരത്തിലുള്ള പ്രോട്ടോക്കോളിലൊക്കെ തന്നെ. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, ഇഷ്ടംപോലെ മാലിന്യം വരും, ഖരമാലിന്യം വരും, കക്കൂസിലെ മാലിന്യമുണ്ട്, STP ഉണ്ട്. ഇതെല്ലാം കൃത്യമായി ക്ലീൻ ചെയ്യാനും സെഗ്രഗേറ്റ് ചെയ്ത് ശാസ്ത്രീയമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഒക്കെയുള്ള പ്രോട്ടോക്കോൾ അവിടെ ഉണ്ടാവണം. ഇപ്പോൾ ഉണ്ട്, എല്ലാം ക്രൂഡായിട്ടുണ്ട്. നമ്മൾ ട്രാക്കിൽ എടുത്തു കൊണ്ടുപോയി ഇൻസിനറേറ്ററിലിടും. അതല്ലല്ലോ, അത് ഫുഡ് വേസ്റ്റ് വേറെ, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ, ഡീഗ്രേഡബിൾ വേസ്റ്റ് വേറെ എന്നൊക്കെ തരത്തിൽ സെഗ്രഗേറ്റ് ചെയ്ത് ഒരു ആധുനികമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളിൽ അവിടെ എല്ലാ കാര്യങ്ങളും ക്യൂ മാനേജ്മെൻ്റ് ആണെങ്കിലും ശരി എല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കർശനമായി നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ സമർപ്പിച്ച ഒരു വിഷൻ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ കോണ്ടക്റ്റ് ഓഫ് ശബരിമല ഫെസ്റ്റിവൽ എന്നുള്ള നിലയ്ക്ക് അത് അംഗീകരിച്ചുകൊണ്ട് ഒരു ഉന്നത ഒരു ഹൈ ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാനാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് അതിൻ്റെ ചെയർമാൻ. അതിനകത്ത് പോലീസും അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാർ, എൻവയോൺമെൻറ്റുകാർ, അതുപോലെ IT-ക്കാർ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഡൊമെയിൻ എക്സ്പേർട്സിനെ വച്ചുകൊണ്ട് ഇതെങ്ങനെ പ്രൊഫഷണലൈസ് ചെയ്യാമെന്ന് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി കോടതി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ഉടനെ കൂടണം. ഇന്ന് ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മീറ്റിംഗാണെന്ന് കൂടിയത്. ഇതെല്ലാം തന്നെ ശബരിമലയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മൾ വളരെ അഡ്വാൻസായിട്ട്, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം പോയി എങ്കിൽ പോലും ഇപ്പോൾ മെയ് ആദ്യത്തെ വാരത്തിൽ തന്നെ നമ്മൾ അടുത്ത നവംബറിൽ ആരംഭിക്കേണ്ട ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നല്ലൊരു പങ്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞു. നാളെ ഞാൻ തന്നെ ശബരിമലയിൽ പോവാണ്. ഈ വർഷം അവിടെ ഏറ്റെടുക്കേണ്ട മരാമത്ത് പണികളുടെ ലിസ്റ്റ് മുഴുവൻ, ഏറ്റവും ആവശ്യമുള്ള ലിസ്റ്റ് മുഴുവൻ ഉണ്ടാക്കി തീർത്ഥാടക ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ശബരിമലയ്ക്ക് വേണ്ടി, തീർത്ഥാടനത്തിന് വേണ്ടി കളമൊരുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങ് പറഞ്ഞ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന്? ഏത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കമ്മിറ്റിയുടെ പ്രധാന പ്രദേശം എന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണലൈസ് ചെയ്യുക, അത് ആധുനിക രീതിയിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയണം. നമ്മൾ കമ്മിറ്റി കൂടിയിട്ടില്ല. ഇപ്പോൾ ക്രൗഡ് മാനേജ്മെൻറ്റ്, ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് വരുന്ന ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ശബരിമലയിൽ തൊഴാൻ വരുന്ന തീർത്ഥാടകരെ മാനേജ് ചെയ്യേണ്ടത്. തീർച്ചയായും ആ ബാരിക്കേഡുകളല്ലല്ലോ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവരെ നമ്മൾ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും മരക്കൂട്ടത്തിൽ നിന്നും സന്നിധാനത്തിൽ എത്തിക്കുന്നതിന് ആധുനികമായിട്ടുള്ള ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം, ഇവരുടെ മൂവ്മെൻറ്റ് നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം, ഇവിടെ എത്ര സ്ഥലം ഒഴിഞ്ഞിരിക്കുന്നു, ഇത്ര സമയം കൊണ്ട് ഇവരവിടെ എത്തും, അത്രയും ആളുകളെ വിട്ടുള്ളൂ. ഇത്തരത്തിൽ നമുക്ക് ആളുകളുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനും അവർ നിൽക്കുന്ന സ്ഥലത്തെല്ലാം കൂടുതൽ ഫെസിലിറ്റി കൊടുക്കാനും ഒക്കെ തന്നെ നമുക്ക് ആധുനിക ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഓരോ കാര്യത്തിലും ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വളരെ വൾണറബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടത് നോക്കിക്കാണാൻ പറ്റും. ഇന്ന് ഉദാഹരണത്തിന് ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ എടുത്തൊരു തീരുമാനം, ഒരു ഫയർ ഓഡിറ്റ് ഇപ്പോൾ തന്നെ നമുക്ക് നടത്തി തരണം, ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഓഡിറ്റ് ഇപ്പോൾ നടത്തി തരണം. ഫുഡ് സേഫ്റ്റിക്ക് ഇത് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഞങ്ങൾ പ്രത്യേകം ചോദിച്ചിരിക്കുകയാണ്. അല്ലാതെ ഹോട്ടലുകളിൽ കയറി ഫൈൻ അടിക്കലല്ല നമുക്ക് വേണ്ടത്. ഹോട്ടലിൽ കയറി ഫൈൻ അടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ഹോട്ടലിൽ ടെൻഡർ ചെയ്യുമ്പോൾ തന്നെ ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾ കർശനമാണ്
ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അവിടെ നിൽക്കുന്ന ബെയറർ ഹെൽത്ത് കാർഡോട് കൂടിയേ നിൽക്കാൻ പാടുള്ളൂ. അവർ യൂണിഫോം ഇട്ടിരിക്കണം. നിങ്ങൾ ഗ്യാസ് വയ്ക്കുന്നിടത്ത് ഇന്ന കാര്യങ്ങൾ വെക്കാൻ പാടില്ല. വേസ്റ്റ് ഇങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഇന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങി. വി ഷുഡ് ബി റെസ്പോൺസിബിൾ ടു ദി പിൽഗ്രിംസ് വിസിറ്റിംഗ് ശബരിമല. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവരുടെ താമസ സൗകര്യം, എല്ലാ കാര്യത്തിലും ഒരു പിൽഗ്രിം സെൻറ്റേഡ് ആയിട്ടുള്ള, പിൽഗ്രിം സെൻസിറ്റീവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ വിഭാവന ചെയ്യുന്നത്. അത് അയ്യപ്പൻ നടത്തിത്തരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ പറയുമ്പോഴും ശബരിമലയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ, റോഡ് മാർഗം വരുന്നവർക്ക് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങൾ ഈ ഇടയ്ക്കൊന്നും അവിടെ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ദ റോഡ്സ് ടു ശബരിമല ആർ ഫാർ ബെറ്റർ ദാൻ വാട്ട് ഇറ്റ് യൂസ് ടു ബി. അതല്ലാതുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പ്രത്യേക പദ്ധതികളുണ്ടോ ഇതിൽ ഉൾപ്പെടാത്ത? ഇതിന് ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഇനി അവിടെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പമ്പയിൽ വേണം, നിലയ്ക്കലിലെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം, സോളാർ പാനൽസ് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചെയ്യാൻ ഇനിയുണ്ട്. ചെയ്യാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ പരിമിതികളുണ്ട്. ഇവർ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് ഒരു ക്യൂ കോംപ്ലക്സുകളുണ്ട്. ആ ക്യൂ കോംപ്ലക്സിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ടോയ്ലറ്റ്സ് ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്യണം. മറ്റ് ഭാഷകൾക്കാരെ ആയിട്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. മലയാളികൾ കുറവാണ്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്, കന്നഡയും കഴിഞ്ഞിട്ടേ മലയാളികളുള്ളൂ. അപ്പോൾ ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കന്നഡയിലും തെലുങ്കാനയിലും ഒക്കെ തന്നെ അവിടുത്തെ തീർത്ഥാടകരോട് സംവദിക്കാനായിട്ട് നമ്മൾ ആ ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസിലേക്ക് കടക്കണം. ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം 60 പേര് ഈ പറഞ്ഞ പോലെ അവിടെ ശബരിമലയിൽ ഹാർട്ട് അറ്റാക്ക് വെച്ച് മരിച്ചു. എന്തുകൊണ്ട്? അവോയ്ഡബിൾ ഹാർട്ട് അറ്റാക്കാണ്. ഈ വളരെ സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ് അവർ ചാടി കയറുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോധവൽക്കരണം ഉണ്ടാവണം. ഓരോ ഘട്ടത്തിലും പ്ലീസ് വെയിറ്റ് ആൻഡ് ഗോ, നിങ്ങൾക്ക് അസുഖമുള്ളവരാണെങ്കിൽ പതുക്കെ കയറാൻ പാടുള്ളൂ. ഇങ്ങനൊരു കണ്ടിന്യൂ. പിന്നെ അതുപോലെ ചില തമിഴ് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ തുണി അഴിച്ചിട്ട് പമ്പയിൽ എറിഞ്ഞ് കളയുക. ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നിരോധിക്കാൻ പറ്റില്ല. നിരോധിക്കാം, പക്ഷേ എന്നാലും ചെയ്താൽ എന്ത് ചെയ്യാം? അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ തീർത്ഥാടകരാണെന്നുള്ള ആലോചിക്കണം. ദേ കം ടു സീ അയ്യപ്പ. ആ മനോഭാവത്തോടു കൂടിയാണ് അവരെ കാണാൻ. അല്ലാതെ ലാത്തി അടിക്കുകയും കയറിട്ട് പിടിക്കുകയും വടം വെച്ച് പിടിക്കുകയും ഒന്നും സാധ്യമല്ല. ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ വ്യക്തമാക്കിയത് അത് അവിടെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള നടക്കുന്നുണ്ട്. നടത്തരുത്, ഇനി നടക്കരുത്. അതാണ് ദാറ്റ് ഈസ് എ പാരഡൈം ഷിഫ്റ്റ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ഇതുവരെ നമ്മുടെ സൗകര്യത്തിനാണ് ശബരിമല നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി തീർത്ഥാടകരുടെ സൗകര്യത്തിന് നടത്തുന്ന ഒരു ശബരിമല തീർത്ഥാടനം നടത്തും. പിൽഗ്രിം ഈസ് ഇൻ ദ സെൻറ്റർ, നോട്ട് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ദെയർ ടു ഫെസിലിറ്റേറ്റ്. ആ ഒരു ഷിഫ്റ്റ് ഇൻ ഫോക്കസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ശബരിമലയെ പറ്റിയുള്ള പരാതികൾ മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മാറണം. ഈ ആദ്യഘട്ട നവീകരണത്തിന് എത്ര കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്? പൈസയൊന്നും വേണ്ട. പൈസയൊക്കെ ഞങ്ങൾക്ക് ആവശ്യത്തിനുണ്ട്. പൈസ ഈസ് നോട്ട് ദ ഇഷ്യൂ, മണി ഈസ് നോട്ട് ദ ഇഷ്യൂ. മണി ഈസ് നോട്ട് ദ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധാരാളം പണം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കാത്തത്. അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള ആറ്റിറ്റ്യൂഡും അതിനുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ദാറ്റ് കമ്മിറ്റ്മെൻറ്റ്. വി ആർ ബ്രിങ്ങിങ് ഇൻ എ ന്യൂ വിഷൻ. ആ വിഷൻ ആളുകൾ ഓൺ ചെയ്യുക, ആ കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുക. എങ്കിലും പദ്ധതിക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് നമ്മളൊരു ബജറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ, വിച്ച് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 150 crores. ശബരിമലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന 550-600 കോടി രൂപയാണ് ഒരു വർഷം. ആ ഫെസ്റ്റിവൽ നടത്തുന്നതിന് 150 കോടി രൂപ ചിലവ് വരും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെസ്സ് നടത്തണം, എന്തെല്ലാം നടത്തണം. ഇലക്ട്രിസിറ്റി ബിൽ എത്ര വരും? വെള്ളത്തിന് 5 കോടിയോ 7 കോടിയോ ആണ് വെള്ളത്തിന് നമ്മൾ കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റിക്ക് 10 കോടിയോ 15 കോടിയോ കൊടുക്കും. അപ്പോൾ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് പ്രൊപ്പോസിഷൻ. അപ്പോൾ 150 കോടി, അതിനകത്ത് 50 കോടി രൂപ മരാമത്ത് വർക്കുകൾക്ക്, സിവിൽ വർക്ക്സും, ബാക്കി 100 കോടി രൂപ മറ്റ് ചിലവുകൾക്കുമായിട്ട് ചിലവഴിക്കും. ആൻഡ് അതൊക്കെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോകണം. എവറിത്തിങ് വിൽ ബി അക്കൗണ്ടഡ് ഫോർ. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി മകരവിളക്ക് ഫെസ്റ്റിവൽ വി വിൽ ഹാവ് ദി അക്കൗണ്ട്സ് ഫൈനലൈസ്ഡ്. അല്ലാതെ ഈ വർഷത്തെ അടുത്ത 3 വർഷം കഴിഞ്ഞ് കണക്ക് തരാമെന്നുള്ള പരിപാടിയൊന്നും നടക്കുകയില്ല. ഇൻസ്റ്റൻ്റ്ലി, തത്സമയം, റിയൽ ടൈമിൽ നമുക്ക് കണക്ക് കിട്ടണം. ശബരിമലയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അൾട്ടിമേറ്റ് വിഷൻ എന്താണ്? ഇപ്പോൾ ഓരോരുത്തരും ഇപ്പം തിരുപ്പതി ദേവസ്വത്തിനോടൊക്കെ നമ്മളെ കമ്പയർ ചെയ്യാറാണ്. വിച്ച് ഇസ് ആൻ അൺഫെയർ കമ്പാരിസൺ ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ എ ടൗൺഷിപ്പ്. ഇറ്റ്സ് എ ടൗൺഷിപ്പ് വെയറാസ് വി ആർ ഇൻ എ ജംഗിൾ. ആ ഒരു വ്യത്യാസമുണ്ടല്ലോ. ഇറ്റ് ഈസ് ആക്സസിബിൾ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സസ്. അങ്ങനെ ഒരുപാട് ഇവിടെ നടന്നു കയറേണ്ടത്. അപ്പോൾ കമ്പാരിസൺ ഇല്ല എങ്കിൽ പോലും ദിസ് ഇസ് എ വെൽ മാനേജ്ഡ്, പിൽഗ്രിം ഫ്രണ്ട്ലി, ക്ലീൻ, പ്രൊഫഷണലി മാനേജ്ഡ് ഷ്രൈൻ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യം ശബരിമല തീർത്ഥാടനത്തെ പറ്റി പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അയ്യപ്പനത് കേൾക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഈ ശബരിമല വിവാദങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നമ്മൾ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഇത് നമ്മളുടെ നിയന്ത്രണത്തിനപ്പുറത്താണല്ലോ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ പോലുള്ള കാര്യങ്ങൾ. നമ്മുടെ നിയന്ത്രണത്തിലാണല്ലോ അവിടെ ഇരിക്കുന്ന സ്വർണ്ണം ആരെങ്കിലും എടുത്തുകൊണ്ടോ നമ്മൾ പറയാതെ? പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു, അതുകൊണ്ട് സംഭവിച്ചു. അതിനെന്താ കുഴപ്പം? നത്തിങ് ഓഫ് ദാറ്റ് വിൽ ഹാപ്പൻ. നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട് വിൽ ഹാപ്പൻ.
അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മേലിൽ എന്ത് ഉണ്ടാതിരിക്കാൻ നമ്മൾ നിതാന്തമായിട്ടുള്ള ജാഗ്രത ആൻഡ് ഹൈ ലെവൽ ഓഫ് ക്ലാരിറ്റി അബൌട്ട് വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു. അയ്യപ്പൻ്റെ സ്വത്താണ് ഇതൊക്കെ, എന്തിനെടുത്തോണ്ട് എനിക്ക് കാര്യത്തിലൊന്നും യാതൊരു ആശയവും കുഴപ്പമുള്ള ആളല്ല, മനസ്സിലായില്ലേ? അവിടെ എന്തിനാ ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം എന്താണ്? ഈ ശബരിമല ക്ഷേത്രം കുറെ കൂടെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യേണ്ടതാണ് എന്ന്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞതിൻ്റെ മുഴുവൻ ചെസ്റ്റ് അതാണല്ലോ. ഇറ്റ് ഹാസ് ടു ബി പ്രൊഫഷണലി മാനേജ്ഡ്. പ്രൊഫഷണലി മാനേജ് ചെയ്താൽ പൂജയെല്ലാം ഹൈടെക് ആക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. അവിടുത്തെ വഴിപാടുകളെല്ലാം ഹൈടെക് ആക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഷ്രൈൻ, എക്സ്റ്റേണൽ മാനേജ്മെൻറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ, അക്കൗണ്ടബിൾ, ടൈംലി ആയിട്ട് ചെയ്യാൻ സാധിക്കണം. അത് പഴയ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ രീതിയിലല്ല. ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ വെരി മോഡേൺ ഫാഷൻ. ഇപ്പോൾ ക്രൗഡ് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് വേസ്റ്റ്, ദീസ് ആർ ഓൾ പുതുതായിട്ട് ചെയ്യാൻ പറ്റും. എന്തിന് ചായക്കടകൾ, അവിടുത്തെ ഹോട്ടലുകൾ പോലും നമ്മൾ മോഡേണൈസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. കാരണം അവിടെ എന്ത് തരം ഫുഡാണ്. ഞാൻ അവിടുന്ന് ചായ കുടിക്കാറില്ല, കാരണം ഞാൻ ഗസ്റ്റ് ഹൗസിൽ കുടിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഐ എം നോട്ട് കോൺഫിഡൻറ്റ് വാട്ട് കൈൻഡ് ഓഫ് വാട്ടർ ഈസ് ബീങ് യൂസ്ഡ്. അവിടുന്ന് ഞാനൊരു വടയോ ദോശയോ വാങ്ങിച്ച് തിന്നാറില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ചോദിച്ചാൽ, വൈ? ദാറ്റ് ഈസ് എ റൂട്ട് കോസ്. വൈ? ബിക്കോസ് എ കോൺട്രാക്ടർ ടു whom it has been contracted, has he got an obligation to use only pure water? Has he got an obligation to use only the best of materials? ഇതൊക്കെ എൻഷുർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇവരുടെ ടെൻഡർ ഫോർമാലിറ്റീസ് ഒക്കെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിൽ എൻഷുർ ദാറ്റ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് ഈസ് ബീങ് സെർവ് ടു ദ പിൽഗ്രിംസ്. അവരുടെ ലാഭം കുറഞ്ഞോ കൂടിയെന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഇതിനൊക്കെ മാനേജീരിയൽ ഇൻപുട്സാണ് വേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് ഡൺ. ഇതെല്ലാം ലാസ്റ്റ് മൊമെൻറ്റിലെല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, അയ്യോ സമയമായി എന്തെങ്കിലും ചെയ്തു, അത് ആ പരിപാടി പറ്റത്തില്ല ഇപ്പോൾ. സോ ദാറ്റ് ഇസ് വൈ വി ആർ സ്റ്റാർട്ടിങ് ഏർലി. ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശബരിമലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ഹൈജീൻ എന്ന് പറയുന്നത്. അതാണ് ഇത്രയും നേരം പറഞ്ഞത്. അതെ, അതിൽ വിട്ടുവീഴ്ചയില്ലാതെ പോകാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ഉണ്ടാവില്ലല്ലോ. അതാണ് ഞാനിന്ന് പറഞ്ഞല്ലോ, ഫുഡ് സേഫ്റ്റിക്കാരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഗിവ് എസ് എ പ്രോട്ടോക്കോൾ. ഒരു നല്ല ഹോട്ടലിൽ എന്തൊക്കെയാണ് നമ്മൾ അനുശാസിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയൂ. അവിടെ ഉപയോഗിക്കുന്ന എഡിബിളായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ FSSAIയുടെ മുദ്ര വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. വി വിൽ എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ. ഇതൊക്കെ എന്തുകൊണ്ടാണ് എൻഷുർ ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് അവിടുത്തെ ഉള്ള ചില പതിവ് ശീലങ്ങളുണ്ട്. ശബരിമലയിൽ ഇതൊക്കെ മതി, ദാറ്റ് ഐ വിൽ ബ്രേക്ക്. അത് മാറ്റിയേ പറ്റൂ. അത് അയ്യപ്പൻ്റെ കൽപ്പനയാണ്. അയ്യപ്പനെ കാണാൻ വരുന്നവർക്ക് യു ഷുഡ് ബി ഏബിൾ ടു ഗീവ് ദ ബെസ്റ്റ് ഓഫ് സർവീസ്. തിരുപ്പതിയിൽ അങ്ങനെ കിട്ടുമെങ്കിൽ വൈ നോട്ട് ഇൻ ശബരിമല? ശബരിമല ഡിവോട്ടീസ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ്, അല്ലല്ലോ. ദേ ഷുഡ് ഗെറ്റ് ദ ബെസ്റ്റ്. അവർക്ക് നല്ല ഫുഡ് കിട്ടണം, നല്ല വിശ്രമം കിട്ടണം, നല്ല പരിപാലനം കിട്ടണം. അത് ഉറപ്പാക്കും. അതുപോലെ നിലയ്ക്കലിനെ ഒരു പൂർണ്ണ സജ്ജമായ ബേസ് ക്യാമ്പ് ആക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം അത് മാസ്റ്റർ പ്ലാൻ്റെ കമ്മിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം കുറച്ചുകൂടെയൊക്കെ വരുമായിരിക്കും. വി ഹാവ് ഡെവലപ്ഡ് എ ഫ്യൂ പാർക്കിംഗ് ലോട്ട്സ്. അതിൽ കൂടുതൽ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അവിടെ. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ ക്ഷേത്രങ്ങളുടെ വരുമാനം പരസ്പരം ഷെയർ ചെയ്യുന്നതിനൊക്കെ ഓരോ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണത്തിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായ പ്രത്യേക പദ്ധതികൾ ആലോചിക്കും. വി ആർ നോട്ട് എ കമേഴ്ഷ്യൽ എൻറ്റിറ്റി വെർ വി മേക്ക് കോൺഷ്യസ് എഫേർട്സ് ടു ഇൻക്രീസ്. വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ദുഷ്ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി വല്ലതൊക്കെ ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാം എന്നല്ലാതെ ധൂർത്ത്. അതല്ലാതെ പിന്നെ റേറ്റ് വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ആധുനിക സാങ്കേതിക വിദ്യ ഈ കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഓൺലൈൻ കാണിക്കുക. ഞങ്ങൾക്ക് ഈ ഹുണ്ടി ഉണ്ട്, അത് വ്യാപകമാക്കണം. ഈ ഹുണ്ടി ഉണ്ട്, ഓൺലൈനിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതൊന്നും വേണ്ടത്ര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വ്യാപകമായിട്ടില്ല. ഇൻഫാക്ട് ടുഡേ വി ഹാവ് സൈൻഡ് എൻ MOU വിത്ത് കിറ്റ്ഫ്ര, ദറ്റ് ഈസ് കേരള IT ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഏജൻസി. അവരുമായിട്ട് നമ്മളൊരു വലിയ ഒരു ഡിജിറ്റൈസേഷൻ പ്രോഗ്രാമിന് നമ്മൾ MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ഇൻ ലെസ് ദാൻ 2 years ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ അണ്ടർഗോ എ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഓൺലൈൻ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ചില തടസ്സങ്ങളുണ്ട്, അതെല്ലാം മാറും. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരവണയൊക്കെ തന്നെ ബുക്ക് ചെയ്യാമല്ലോ ഇപ്പോൾ തന്നെ. അതൊക്കെ കുറച്ചുകൂടെ വ്യാപകമാക്കണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം. ക്യൂ നിൽക്കുന്ന ആ കാര്യങ്ങളിൽ ഇത് ഏർപ്പെടുത്താനുള്ള പ്ലാനുണ്ടോ? ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനും ദർശനത്തിനും ഇപ്പം തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓൺലൈൻ ദർശനം ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇഫക്റ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. അവരുടെ നിൽക്കുന്ന സമയം ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക മാത്രമേ നമുക്ക് ചെയ്യാറുള്ളൂ. ചീഫ് സെക്രട്ടറി എന്നുള്ളതിലുള്ള താങ്കളുടെ ഭരണ പരിചയം ദേവസ്വം ബോർഡിന് പ്രയോജനപ്രദമായി മാറ്റിയിട്ടുണ്ടല്ലോ പല കാര്യങ്ങളിലും. ബേസിക്കലി ഐ എം എ ബ്യൂറോക്രാറ്റ്, ഓൾദോ റിട്ടയർഡ്.
ഇത്രയും വർഷമൊക്കെ സർക്കാരിന് വേണ്ടി ഓരോന്ന് ചെയ്തതിൻ്റെ പരിചയവും തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ഉണ്ടാവും. ഏതാണ്ട് 1200ഓളം ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത്. ആ ക്ഷേത്രങ്ങളൊക്കെ സ്വയം പര്യാപ്തമാകേണ്ടത് ആവശ്യമല്ലേ? എല്ലാത്തിലും ദേവസ്വം ബോർഡിനെ ആശ്രയിക്കാതെ മാത്രമേ ഉള്ളൂ, സാധിക്കില്ല. കാരണം ഇപ്പോൾ ഒരു നാട്ടിൻപുറത്തുള്ളൊരു ക്ഷേത്രം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടാവും. അവിടെ ആ കൂടെ വരുമാനം ഒരു ദിവസം 100 രൂപയായിരിക്കും. ആ ക്ഷേത്രം നമുക്ക് കളയാൻ പറ്റുമോ? ദീസ് ആർ നോട്ട് കമേഴ്ഷ്യൽ എൻറ്റിറ്റീസ്, ദീസ് ആർ നോട്ട് കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ്. ഈ ഒരു സാഹിത്യകാരനും എഴുത്തുകാരനും ഗാനരചയിതാവും എന്നുള്ള നിലയിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം മറ്റു മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? അത് ഇതുമായിട്ട് വലിയ അങ്ങനെ ദേ ആർ നോട്ട് ഇൻ്റർലിങ്ക്ഡ് അല്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് തന്നെ 2 ഓട്ടോടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലാണ്. ദി ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റർ ഇൻ മീ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദി പബ്ലിക് മാൻ ആൻഡ് ദി എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും ഉണ്ട്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനിപ്പോൾ എന്താ, അതൊരു ഭാഗത്തൂടെ പകലല്ലേ ഉള്ളൂ. രാത്രി നമ്മളായി നമ്മുടെ പാടായില്ലേ. ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ അടുത്ത കാലത്ത് രചയിതാവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഗാനങ്ങൾ ആർക്ക് വേണം, അതുകൊണ്ട് എഴുതുന്നില്ല. അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. നമ്മുടെ ബ്യൂറോക്രസിയെ പറ്റിയുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ ബ്യൂറോക്രസി, കേരള ബ്യൂറോക്രസി. ഇന്ന് ഞാൻ രാവിലെ 2025 IAS ബാച്ചിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോയി. കേരള കൾച്ചർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞൊരു സെഷൻ 1.5 മണിക്കൂർ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതാണത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മസൂറിയിൽ നമുക്ക് IASൻ്റെ കേഡർ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കേരള കേഡർ കിട്ടുന്നവരെ പറ്റി വളരെ സഹതാപത്തോടു കൂടി മറ്റ് സ്റ്റേറ്റിലുള്ളവർ സംസാരിക്കും. അയ്യോ കേരളമാണല്ലേ കഷ്ടം. എന്താ കഷ്ടം? ഇത് ഞാൻ എൻ്റെ കാലം തൊട്ടേ ഞങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട്. എന്താ കഷ്ടം എന്ന് ചോദിച്ചാൽ, ചില സംസ്ഥാനങ്ങളിലെ പോലെ കേരള കാഡർ ഉദ്യോഗസ്ഥന്മാർക്ക് 15 ഓർഡർലിമാർ, 8 ഡ്രൈവർമാർ, വലിയ ബംഗ്ലാവ് ഒന്നുമില്ല. നിങ്ങൾക്ക് ജോലിക്കാരെ വേണമെങ്കിൽ ശമ്പളം കൊടുത്ത് വെച്ചോണം, മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള ഫ്യൂഡൽ ഹാങ് ഓവറൊന്നും കേരളത്തിലില്ല. കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും നമ്മളുമായിട്ടുള്ള ബന്ധം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ആൻഡ് ഡീസൻറ്റ് റിലേഷൻഷിപ്സ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടുള്ള ഇൻ്റർഫേസിൽ കേരള കേഡറും കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടുള്ള ബന്ധം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിവിലൈസ്ഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ കേരള കാഡർ മോശമാണെന്നല്ല, ഇല്ലെന്ന് മാത്രമല്ല, നമ്മളൊരു വളരെ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഒരു കേഡറാണ് കേരള കേഡർ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അലമാരയിൽ നിന്നും 50 കോടി രൂപയൊന്നും ആരും റെയ്ഡ് ചെയ്തെടുത്തിട്ടില്ല. ഇവിടുത്തെ ഒരു IAS ഉദ്യോഗസ്ഥനും വലിയ സ്കാൻഡലിലൊന്നും പെട്ടിട്ടില്ല. ഓഫ് കോഴ്സ് ദർ മസ്റ്റ് ബി സ്മോൾ എക്സെപ്ഷൻസ്. ബൈ ആൻഡ് ലാർജ് വി ആർ എ വെരി ഡിസിപ്ലിൻഡ് കേഡർ. കേരള കേഡറിലെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, പ്രൊഫഷണലായിട്ടുള്ള, നല്ല അവരവരുടെ ഡൊമൈനിൽ വളരെ പേരെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പേരുണ്ട്. സോ കേരള കേഡർ ഇസ് എ വെരി ഡിസിപ്ലിൻഡ് ഓഫീസ് ബ്യൂറോക്രസി. രാഷ്ട്രീയമായ നിലപാടുകൾ നമ്മൾ എടുക്കാറില്ല. വി ആർ പൊളിറ്റിക്കലി ന്യൂട്രൽ. ഇതൊക്കെ ഇപ്പോഴും കേരളത്തിലെ ബ്യൂറോക്രസിയെക്കുറിച്ച് പറയാവുന്ന കൃത്യമായ അഭിപ്രായങ്ങളാണ് എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഇങ്ങനെ പറയുമ്പോഴും കേരളത്തിലെ ബ്യൂറോക്രസി സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു തലത്തിലാണോ നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ബ്യൂറോക്രസി അറിഞ്ഞുകൂടാതിട്ടായിരിക്കും. ഇവിടെയാണ് മോസ്റ്റ് പ്രാപ്യമായിട്ടുള്ള ബ്യൂറോക്രസി, മോസ്റ്റ് ആക്സസിബിൾ ബ്യൂറോക്രസി കേരളത്തിലാണ്. ഏതെല്ലാം കടമ്പകൾ കടന്നാലാണ് ഒരു സാധാരണക്കാരൻ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണേണ്ടി വരുന്നത്? ഒന്നുമില്ല, സെക്രട്ടറിയിൽ പാസ് എടുത്ത് കയറണം എന്ന് മാത്രമേ ഉള്ളൂ. സുരക്ഷാ കാര്യത്തിന് വേണ്ടിയിട്ട് പാസ് എടുത്ത് കയറണം. ഞാൻ കളക്ടറാകുമ്പോൾ ലോങ് എഗോ ഐ ബിക്കേം കളക്ടർ 1986. ഞാൻ കളക്ടറാകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് ടൈം 3 to 5. ഞാനത് ആദ്യം എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞു, whenever I am free people can meet me. 3 മണി വരെ കാത്തു നിൽക്കേണ്ട. അത് ഞാൻ ഇന്ന് ഞാൻ സെക്രട്ടേറിയറ്റിലുള്ളപ്പോൾ ഐ മീറ്റ് ഓൾ മൈ വിസിറ്റേഴ്സ്. ഞാൻ തിരക്കാണ്, ആരെയും കാണുന്നില്ല എന്ന് പറയുന്നില്ല. കുറച്ച് വൈകുമായിരിക്കും, പക്ഷേ എല്ലാവരെയും കാണും. അത് കേരളത്തിലെ കേരള കേഡർ ഈസ് നോട്ട് എൻ ഇൻസുലേറ്റഡ് കേഡർ, നോട്ട് അറ്റ് ഓൾ. അത് തെറ്റായൊരു, നിങ്ങൾ ഓരോരുത്തർക്ക്, ഞാൻ ശ്രമിച്ചിട്ട് തന്നെ ഇപ്പോൾ UP ഒരാളെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം കിട്ടില്ല. അത് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഡൽഹിയിലൊരു ഉദ്യോഗസ്ഥനെ കാണണമെങ്കിൽ പിന്നെ ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ട്. ഞാൻ പറയണം, ഞാൻ 1978 IAS ഓഫീസറാണ്. ഞാൻ ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്താലാണ് ഐ വോണ്ട് ആൻ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു സാർ എന്ന് പറയാം. ചിലപ്പോൾ തിരിച്ച് വിളിച്ചെങ്കിലായി, തിരിച്ച് വിളിച്ചെങ്കിലായി. അങ്ങനെയുള്ള രാജ്യമാണ്. കേരള കാഡറിനെ പറ്റി നിങ്ങൾ അങ്ങനെയുള്ള മുൻവിധിയോടുകൂടി പറയുന്നത് ശരിയല്ല. വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രണ്ട്ലി കേഡേഴ്സ്. ഈ ബ്യൂറോക്രസ്
കേരളത്തിൻ്റെ ബ്യൂറോക്രസി ഭരണത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റുന്ന ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ബ്യൂറോക്രസിയുടെ ജോലി എന്താണ്? രാഷ്ട്രീയം പറയലാണോ? രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ. അവർ പോളിസിയുമായിട്ട് വരുന്നു, ആ പോളിസി നടപ്പിലാക്കി, പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് നടപ്പിലാക്കി കൊടുക്കലാണ് ഞങ്ങളുടെ ജോലി. വി ആർ ബീങ് ട്രെയിൻഡ് ആൻഡ് പെയ്ഡ് ഫോർ ദാറ്റ്. പക്ഷെ അതിനൊരു അതിർവരമ്പില്ലേ? ഒരു അതിർവരമ്പും ഇല്ല. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നേ ഉള്ളൂ. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് ദ മാറ്റർ ടു ദ ഹയർ അപ്സ്. ഇപ്പോൾ ഒരു മന്ത്രി നമ്മളോട് പറഞ്ഞാൽ യു ക്യാൻ ഗോ ആൻഡ് ടെൽ ദ ചീഫ് മിനിസ്റ്റർ, സാർ ഇങ്ങനെയാണ് പറയുന്നത് ശരിയല്ല, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. അതെന്താ കുഴപ്പം? ഈ ഭരണതലത്തിൽ ബ്യൂറോക്രസിയുടെ ഇൻവോൾവ്മെൻറ്റ്, സജഷൻസ് ഒക്കെ എത്രമാത്രം വരുന്നുണ്ട്? അതെനിക്ക് അറിഞ്ഞൂടെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇക്വേഷൻ വിത്ത് യുവർ മിനിസ്റ്റർ. നാളെ നിങ്ങളെ മന്ത്രി നിങ്ങളുമായിട്ടൊരു വിശ്വാസത്തിൻ്റേതായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ആ മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കോമ്പിറ്റൻസ് ആ മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷ് ഇല്ല എങ്കിൽ മോസ്റ്റ് ഓഫ് യുവർ സജഷൻസ് വിൽ ബി അക്സെപ്റ്റഡ്. അതല്ല, നിങ്ങൾ പറയുന്നത് മുഴുവൻ ഇയാളെ വേല വയ്ക്കാനും കൊച്ചാക്കാനും ആണെങ്കിൽ ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. മനുഷ്യ സഹജമല്ല. താങ്ക് യു വെരി മച്ച്. ഇത്ര സമയം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.